എല്ലാം തിരിച്ചു കൊടുക്കണം. അണ്ണനെ എങ്ങനെയാണ് നീ ട്രീറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. നീ ആയിരുന്നോ ഗോൾഡ് മേടിച്ചു കൊടുത്തത്? എടാ നിനക്കൊന്നും ഉളുപ്പില്ലേ? അറിയാൻ വേണ്ടി ചോദിക്കുമോ? എടാ ഇതിലും ഭേദമുണ്ടല്ലോ, വേറെ വല്ല പണിക്കും പോകുന്നതാ. ഉള്ള കാര്യം പറയാമല്ലോ. നീ ഇതിന്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കാണാൻ ചൊറിയാനോ എടുക്കാനോ വന്നു കഴിഞ്ഞാൽ നീ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണാം, നീ അത് മെസ്സേജ് അയച്ചാൽ മതി. അതിനുള്ള മറുപടി ഞാൻ തരാം. കാര്യം ഒരു പെണ്ണിന്റെ പ്രൊഫൈലിലാണോ ചെന്നിരുന്ന് ഇങ്ങനെ കൊണയടിക്കുന്നത്? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? സത്യം പറഞ്ഞാൽ എലിസബത്ത് കേസ് കൊടുക്കുക അവൻ്റെയൊക്കെ പേരിൽ. അതായത് നിരന്തരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ആണ് നേരിടുന്നത്. കാര്യം ഒരു പെൺകുട്ടിയെ വന്ന് എത്രത്തോളം അപമാനിക്കാം അതാണ് ഇവിടെ കാണിക്കുന്നത്. കാര്യം അവരുടെ കാര്യം നോക്കി പോയതാണ്, വീണ്ടും അവരുടെ പുറകെ നടന്ന് അവരെ ചീത്ത വിളിക്കുവാണ്. എന്നിട്ട് ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണൻ പ്രത്യക്ഷപ്പെടും. ഞാൻ കുടുംബമായിട്ട് ജീവിക്കുവാണ്, ഞാൻ കുക്കറി ഷോ നടത്തുവാണ്, ഞാൻ ബ്രെയിൻ ഫ്രൈ ഉണ്ടാക്കുന്നു, ഞാൻ മീൻ പിടിക്കുന്നു, വലയിട്ട് ഞാൻ മീൻ പിടിക്കും, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. എടോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഞാൻ അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പൊക്കോ. പക്ഷേ ഈ ബാക്കിയുള്ളവരെ ഈ ഉപദ്രവിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അതത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാവിറ്റി എന്തുമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി മേ ബി ഇനി നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കും അത്, ഇവനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ പോയി കമന്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയാണ് ഈ കണ്ടേക്കുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് ഒരു വിഷയത്തിൽ പറയാൻ. എന്തായാലും അണ്ണന്റെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും വഞ്ചന കുറ്റമാണ്, നിസ്സാര കാര്യമല്ല, കോടതിയാണ് പറ്റിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ കോൺസിക്വൻസസ് എന്തായി കഴിഞ്ഞാലും ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ഒരു ഉടായ്പും ഇതിനകത്ത് നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.